നമസ്കാരം. വവ്വാലുകളിൽ നിന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള കോവിഡിന്റെ പുതിയ വകഭേദം ചൈനയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. HKU5-CoV2 എന്ന് പേരിട്ടിരിക്കുന്ന വൈറസിനെ കുറിച്ചുള്ള പഠനം സെൽ സയന്റിഫിക് എന്ന ജേർണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രശസ്ത ചൈനീസ് വൈറോളജിസ്റ്റ് ഷി സെൻക്ലിയുടെ നേതൃത്വത്തിലാണ് പഠനം നടത്തിയത്. കൊറോണ വൈറസുകളെ കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ പേരിൽ ബാറ്റ് വുമൺ എന്ന പേരിൽ അറിയപ്പെടുന്നയാൾ കൂടിയാണ് ഷി സെൻക്ലി. ഇതിന് കോശ ഉപരിതല പ്രോട്ടീൻ കോശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ ശേഷിയുള്ളതിനാൽ മനുഷ്യരിൽ അണുബാധയുണ്ടാകാനും സാധ്യതയുണ്ട്. ചൈനീസ് ജേർണലായ സെൽ സയന്റിഫിക്കിലാണ് പുതിയ വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ചൈനയിലെ വവ്വാലുകളിലാണ് പുതിയ ഇനം വൈറസിനെ കണ്ടെത്തിയത്. മനുഷ്യരിൽ പുതിയ വൈറസിൽ നിന്നുള്ള അണുബാധയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതിലെ സാധ്യതയെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ടെന്നും ഗവേഷകർ പറയുന്നുണ്ട്. നിലവിൽ 100ഓളം കൊറോണ വൈറസുകൾ ഉണ്ടെങ്കിലും മനുഷ്യരെ ബാധിക്കാൻ ഇടയുള്ളവ വളരെ കുറവാണ്. ഹോങ്കോങ്ങിൽ ജാപ്പനീസ് ഹൗസ് ബാറ്റുകളിൽ ആദ്യം സ്ഥിരീകരിച്ച HKU5 കൊറോണ വൈറസിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് HKU5-CoV2. വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെയും വുഹാൻ സർവകലാശാലയിലെയും ഗവേഷകർക്കൊപ്പമാണ് ഷി സെൻക്ലി പുതിയ വൈറസിന്മേൽ ഗവേഷണം നടത്തിയത്. COVID-19 കാരണമാകുന്ന SARS-CoV-2 വൈറസുകളെ പോലെ HKU5-CoV2 വൈറസ് എളുപ്പത്തിൽ മനുഷ്യകോശങ്ങളിൽ പ്രവേശിക്കില്ലെന്നത് ആശ്വാസകരമാണെന്നായിരുന്നു ഗവേഷകർ പറഞ്ഞത്. അതേസമയം പുതിയ വൈറസ് മറ്റൊരു മഹാമാരിക്ക് കാരണമായേക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് മിനസോട്ട സർവകലാശാലയിലെ സാംക്രമിക രോഗ വിദഗ്ധനായ ഡോക്ടർ മിഷേൽ ഓസ്റ്റൻഹോക്ക് പറയുന്നത്. 2019 അപേക്ഷിച്ച് ജനങ്ങൾ ഇത്തരം വൈറസുകളിൽ നിന്ന് പ്രതിരോധ ശേഷി ആർജിച്ചിട്ടുണ്ടെന്നും അത് മഹാമാരി സാധ്യത കുറയ്ക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2019 ഡിസംബറിൽ ചൈനയിലാണ് ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തെ പല ഭാഗങ്ങളിലും ലോകവ്യാപനം ഉണ്ടാവുകയും ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. രോഗികളുടെ എണ്ണവും മരണനിരക്കും വർദ്ധിച്ച സാഹചര്യത്തിൽ പല രാജ്യങ്ങളും ലോക്ക്ഡൌണിലേക്ക് പോയിരുന്നു. 2025 ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം കൊറോണ വൈറസ് മൂലം 7,87,718 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. മെർബക്കോ വൈറസ് ഉപജാതിയിൽപ്പെട്ട വൈറസ് ആണിത്. ഹോങ്കോങ്ങിലെ ജാപ്പനീസ് പിപ്പിസ്ട്രെല്ലെ വവ്വാലുകളിൽ നേരത്തെ HKU5 കൊറോണ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ പുതിയ വകഭേദമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. മനുഷ്യരിലേക്ക് പടർന്നാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വൈറസുകളാണിത്. വവ്വാലുകളിൽ നിന്നും നേരിട്ടോ അല്ലാതെയോ അതിവേഗത്തിൽ മനുഷ്യരിലേക്ക് പകരാൻ ഈ വൈറസുകൾക്ക് കഴിയുമെന്നും പറയുന്നുണ്ട്. അതേസമയം പുതിയ വൈറസിന്റെ വരവ് വലിയ ആശങ്കയാണ് ആളുകളെ സൃഷ്ടിക്കുന്നത്. കൊറോണ വ്യാപനം തന്നെ വലിയ പ്രത്യാഘാതമായിരുന്നു ലോകത്ത് സൃഷ്ടിച്ചത്. പുതിയ വൈറസ് പടർന്നാൽ സമാന സാഹചര്യം വീണ്ടും ഉടലെടുക്കുമെന്നാണ് ഭയപ്പെടുന്നത്.